ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ഫിലിപ്പ് വർഗീസ് അച്ഛൻ, സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടെ അറിയിക്കട്ടെ. ഇന്ന് നമ്മുടെ അല്പനേരത്തെ തിരുവചന ധ്യാനത്തിനായി ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 16 വേഴ്സസ് കമൻസിങ് ഫ്രം 1 through 15. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഞാനിന്ന് സുവിശേഷ ഭാഗമായിട്ട് വായിച്ച വേദഭാഗത്തിൽ നിന്ന് ചില ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് സഭയായി പെന്തക്കോസ്ത് പെരുന്നാൾ ആഘോഷിക്കുന്നല്ലോ. 50th day after resurrection. The meaning of Pentecost means 50. അതുകൊണ്ട് ഇന്ന് നമ്മുടെ സഭയായി ധ്യാനിക്കുവാനായിട്ട് തന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ദ ഹോളി സ്പിരിറ്റ് ഹു റിന്യൂസ് ദ ഓൾ ക്രിയേഷൻ എന്നുള്ളതാണ്. സകലത്തെയും നവീകരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നുള്ളതാണ് ഇന്ന് നമുക്ക് ധ്യാനത്തിനായിട്ട് തന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്. ത്രിയേക ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ജീവിതയാത്രകളെ ക്രമീകരിക്കുകയും ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും. ത്രിയേക ദൈവം, ട്രിനിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും സിമ്പിളായ ഒരു നിർവചനം എന്ന് പറയുന്നത് ഗോഡ് എബവ് ഹു ക്രിയേറ്റഡ് ദി ഓൾ വേൾഡ്. എല്ലാറ്റിനെയും സൃഷ്ടിച്ച സകലത്തിനും മേലെയുള്ള മീതെയുള്ള ദൈവം. ആൻഡ് സെക്കൻഡ്, ഗോഡ് വിത്ത് അസ്, നമ്മളോട് കൂടെ നടക്കാൻ ഇറങ്ങി വന്ന ദൈവം, ഇമ്മാനുവേലായ ദൈവം. ഗോഡ് ഈസ് വിത്ത് അസ്. ദൈവത്തെ ആരും കണ്ടിട്ടില്ല, ദൈവം എങ്ങനെയാണ് എന്നുള്ളത് ആരും മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ മനുഷ്യരുടെ ഇടയിലേക്ക് കൂടാരമടിച്ചിറങ്ങി വന്ന ദൈവം, ഗോഡ് ഈസ് വിത്ത് അസ്. ജീസസ് ക്രൈസ്റ്റ്, ഹി റെഡീംഡ് അസ് ഫ്രം ദ പിറ്റ് ഓഫ് സിൻ. സോ ഹി ഈസ് ദ റെഡീമർ ഗോഡ്. മൂന്നാമതായി, ഗോഡ് വിത്തിൻ അസ്, നമ്മളിലുള്ള ദൈവം, സസ്റ്റെയിനിങ് ഗോഡ് ആൻഡ് എ സസ്റ്റെയിനർ in every deliberations and transactions that we are rendering in this world. We can experience the presence of Holy Spirit. So God above, God with us, and God within us. This is a simple ഒരു നിർവചനം എന്ന് പറയുന്നത് നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നൈസിൻ ക്രീഡ്, നിഖ്യാവിശ്വാസ പ്രമാണം രൂപവൽക്കരിക്കപ്പെട്ടിട്ട് ഏതാണ്ട് 1700 വർഷങ്ങൾ ഇപ്പോൾ പിന്നിടാനായിട്ട് ഒരുങ്ങുകയാണല്ലോ. AD 325 നൈസ്യയിൽ സഭാപിതാക്കന്മാരെല്ലാവരും കൂടി ചേർന്ന് എടുത്ത അവരുടെ വിശ്വാസ പ്രഖ്യാപനമാണ് നൈസിൻ ക്രീഡായി നമ്മളെല്ലാ ആരാധനകളിലും ചൊല്ലുന്നത്. അവിടെ നമുക്ക് സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ച് വിശദീകരിക്കപ്പെട്ടിരിക്കുന്നത് കാണാം. സകലത്തിനെയും വീണ്ടെടുത്ത പുത്രനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. പരിശുദ്ധാത്മാവിനെക്കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വി ബിലീവ് ഇൻ ദ ഹോളി സ്പിരിറ്റ്, ദ ലോർഡ് ആൻഡ് ഗിവർ ഓഫ് ലൈഫ്, ഹു പ്രൊസീഡ്സ് ഫ്രം ദ ഫാദർ, ഹു വിത്ത് ദ ഫാദർ ആൻഡ് സൺ ടുഗദർ ഈസ് വർഷിപ്ഡ് ആൻഡ് ഗ്ലോറിഫൈഡ്, ഹു സ്പോക്ക് ബൈ ദി പ്രൊഫറ്റ്സ് ആൻഡ് അപ്പോസിൽസ്. പിതാവിനോടും പുത്രനോടും കൂടെ തുല്യമായി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനാണ് പരിശുദ്ധാത്മാവ്. പിതാവിനും പുത്രനുമുള്ള സമശ്രേഷ്ഠത, ഇക്വാളിറ്റി പരിശുദ്ധാത്മാവിനുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. സൃഷ്ടികർമ്മം, ദ ക്രിയേറ്റർ ഗോഡ്, വെൻ ഹി ഡിഡ് ഹിസ് ക്രിയേഷൻ, വി ക്യാൻ സീ ദ പ്രസൻസ് ഓഫ് സ്പിരിറ്റ് ദെയർ. ജെനസിസ് ചാപ്റ്റർ 1:2, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. സൃഷ്ടി പ്രക്രിയയിൽ പിതാവായ ദൈവത്തിനോട് ചേർന്ന് ഉള്ള പരിശുദ്ധാത്മാവിൻ്റെ പങ്കാളിത്തം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. പെസഹ കുഞ്ഞാടായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് പെസഹ പെരുന്നാളിൻ്റെ അന്നാണ്. 1 കൊരിന്ത്യർ 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നു. ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചത് യഹൂദൻ്റെ ആദ്യഫല പെരുന്നാളിൻ്റെ ദിവസമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ
15-ാം അധ്യായം 23-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മരിച്ചവരുടെ പുനരുദ്ധാനത്തിൻ്റെ ആദ്യ ഫലമാണ് ക്രിസ്തു എന്നുള്ളത്. അതുകൊണ്ട് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് യഹൂദൻ്റെ ആദ്യ ഫല പെരുന്നാൾ ദിനത്തിലാണ്. എന്നാൽ ആദ്യ ഫല പെരുന്നാൾ മുതൽ 50 ദിവസം കഴിയുമ്പോൾ പുതിയ ധാന്യം കൊണ്ട്, തങ്ങളുടെ വിളവിൽ നിന്നുണ്ടായ പുതിയ ധാന്യം കൊണ്ട് 2 അപ്പമുണ്ടാക്കി, 2 ഇടങ്ങഴി മാവ് കൊണ്ട് 2 അപ്പമുണ്ടാക്കി ദൈവസന്നിധിയിൽ നീരാജനം ചെയ്യണം. ലെവിറ്റിക്കസ് ചാപ്റ്റർ 23 വേഴ്സസ് 15-18 we can see 15 through 18. when we read that verses we can see ആദ്യഫല പെരുന്നാൾ കഴിഞ്ഞ് 50 ദിവസം കഴിയുമ്പോൾ 2 അപ്പം ഉണ്ടാക്കി ദൈവസന്നിധിയിൽ നീരാജനം ചെയ്യണം. അപ്പോൾ 50 ദിവസം കഴിയുമ്പോൾ ആക്ച്വലി അവരുടെ അപ്പത്തിൻ്റെ പെരുന്നാളാണ് വരുന്നത്. അപ്പത്തിൻ്റെ പെരുന്നാൾ. ഈ അപ്പത്തിൻ്റെ പെരുന്നാളെന്ന് വേണമെങ്കിലും നമുക്ക് ഈ പെന്തക്കോസ്ത് പെരുന്നാളിനെ വിളിക്കാനായിട്ട് സാധിക്കും. പെന്തക്കോസ്ത് പെരുന്നാളിൽ എന്താണ് സംഭവിച്ചത്? ആഫ്റ്റർ 50th ഡേ ഓഫ് ദിസ് റിസറക്ഷൻ ദൈവാത്മാവ് സ്വർഗം വിട്ട് ഇറങ്ങി വന്ന് ദൈവസഭ രൂപീകൃതമായി. ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് ഇന്ന് 1-ാം പാഠം വായിച്ച യോവേൽ പ്രവചനത്തിൽ പറഞ്ഞത് നിവർത്തിയായ ദിനം. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നിലും ബലമേറിയവൻ, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കുമെന്ന് യോഹന്നാൻ സ്നാപകൻ അരുളി ചെയ്തത് നിവർത്തിയായ നാൾ. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ നിങ്ങളെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുമെന്ന് കർത്താവ് കാര്യസ്ഥനെക്കുറിച്ച് അരുളി ചെയ്ത ആ നാൾ നിവർത്തീകരിക്കപ്പെട്ട നാളാണ് പെന്തക്കോസ്ത് നാൾ. 3000 പേര് അന്ന് ദൈവാത്മാവിൽ നിറഞ്ഞവരായി സഭയോട് ചേർന്നു. അന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദൈവസഭയുടെ പണി ഇന്നും നടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഹോളി സ്പിരിറ്റ്, ദൈവാത്മാവ്, ദൈവസഭയുടെ പണി ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. വെൻ വി റീഡ് ചാപ്റ്റേഴ്സ് ഓഫ് ജോൺ, ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ജോൺ ഫ്രം 14 through 16 we can see nearly 15 times പരിശുദ്ധാത്മാവിനെ അവൻ എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇനിയും സംസാരിക്കുമ്പോഴോ ചോദ്യം ചോദിക്കുമ്പോഴോ വാട്ട് ഈസ് ഹോളി സ്പിരിറ്റ് എന്ന് ചോദിക്കരുത്. മറിച്ച് നമ്മൾ ചോദിക്കേണ്ടത് ഹൂ ഈസ് ഹോളി സ്പിരിറ്റ് എന്നാണ് ചോദിക്കേണ്ടത്. ഹോളി സ്പിരിറ്റ് ഒരു വാട്ട് ഈസ് ആണെന്നുണ്ടെങ്കിൽ, ഒരു സാധനമാണ് എന്നുണ്ടെങ്കിൽ അത് ഇറ്റ് എന്നാണ് പറയേണ്ടത്, അത് എന്നാണ് പറയേണ്ടത്. എന്നാൽ ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ അവൻ എന്നുള്ള പ്രോനൗൺ ഉപയോഗിച്ചാണ് പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു വ്യക്തിത്വമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. 13, 14, 15, 16 ഈ അധ്യായങ്ങൾ അപ്പർ റൂം ഡിസ്കോഴ്സസ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. മാളിക മുറിയിൽ നടത്തപ്പെട്ട പ്രഭാഷണങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ 13, 14, 15 അധ്യായങ്ങളിൽ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. പല കാര്യങ്ങളും പഠിപ്പിക്കുന്നതായിട്ട് കാണാം. എന്നാൽ 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ ടീച്ചിങ്സിൻ്റെ ആ രീതി ഒന്ന് മാറി. ജീസസ് ക്രൈസ്റ്റ് ഹി വാസ് പ്രൊഫസൈസിങ്, ഒരു പ്രവചനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. പഠിപ്പീരിൻ്റെ ഒരു രീതിയൊക്കെ മാറി പല കാര്യങ്ങളെക്കുറിച്ചും പ്രവചിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇതിൻ്റെ തുടക്കമായിട്ടുള്ള വാക്യത്തിൽ കർത്താവ് പ്രവചിക്കുന്ന ചില കാര്യങ്ങളാണ്. നിങ്ങൾ പള്ളിഭ്രഷ്ടരാക്കും, നിങ്ങളെ പലരും പള്ളിഭ്രഷ്ടരാക്കും. അതുമാത്രമല്ല, എൻ്റെ നാമത്തെ പ്രതി നിങ്ങളിൽ പലരും കൊല്ലപ്പെടും, അവർ നിങ്ങളെ കൊല്ലും, നിങ്ങൾ പള്ളിഭ്രഷ്ടരാക്കപ്പെടും. ഒരു പെർസിക്യൂഷനെ കുറിച്ച് കർത്താവ് പ്രവചിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഈ പ്രയാസങ്ങളുടെയും ദുഃഖങ്ങളുടെയും വേദനകളുടെയും ഒക്കെ നടുവിൽ കൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും നടത്തുവാൻ കാര്യസ്ഥനെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും. അതിനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം പാരക്ലീറ്റോസ് എന്നുള്ള ഗ്രീക്ക് പദമാണ്, കാര്യസ്ഥൻ എന്നുള്ളത്. നമ്മളുടെ സൺഡേ സ്കൂളിലെ പരീക്ഷയ്ക്കൊക്കെ പാരക്ലീറ്റോസ് ഹോളി സ്പിരിറ്റിൻ്റെ ട്രാൻസ്ലേഷനാണെന്ന് പറയുന്നുണ്ട്. അത് തെറ്റാണ്. പാരക്ലീറ്റോസ് ഡസ് നോട്ട് മീൻ ആസ് ഹോളി സ്പിരിറ്റ്. The meaning of Parakletos we can translate into 3 words. 1, comforter, ആശ്വാസപ്രദൻ. ആശ്വാസപ്രദൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വേദനയാലൊക്കെ നിറയപ്പെടുന്ന സാഹചര്യങ്ങളിൽ
വാക്കുകൊണ്ടും സാന്നിധ്യം കൊണ്ടുമൊക്കെ നമ്മളെ ആശ്വസിപ്പിക്കുന്ന വ്യക്തിക്കാണ് നമ്മൾ പറയുന്നത്. പരിശുദ്ധാത്മാവ് ഒരാശ്വാസപ്രദൻ എന്നാണ് ഈ പാരക്ലീറ്റോസിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ. മറ്റൊരു ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് കൗൺസിലർ എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങളിൽ സധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ എങ്ങനെ എനിക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് സാധിക്കും, ഏത് രീതിയിൽ ഞാൻ മുന്നോട്ട് പോകണമെന്നുള്ള നല്ല ഉപദേശങ്ങൾ എന്നെ തന്ന് നടത്തുന്ന, ദിശാബോധം തന്ന് നടത്തുന്ന, വഴികാട്ടിയായിട്ട് എന്നെ നടത്തുന്ന കൗൺസിലറാണ് എന്നുള്ളതാണ് മറ്റൊരു ട്രാൻസ്ലേഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ട്രാൻസ്ലേഷനാണ് പാരക്ലീറ്റോസ് ഈസ് ഈക്വൽ ടു അഡ്വക്കേറ്റ്. ഒരു കോർട്ടിൽ അഡ്വക്കേറ്റിൻ്റെ ജോലി എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ കക്ഷിയുടെ വശത്ത് നിന്നുകൊണ്ട് ആ കക്ഷിക്ക് വേണ്ടി വാദിക്കുന്നവനാണ് ഒരു അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിരന്തരം നമുക്ക് വേണ്ടി, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി വാദിക്കുന്നതാണ്. ഹീസ് ആൻ അഡ്വക്കേറ്റ് എന്നുള്ളതാണ് ഈ പാരക്ലീറ്റോസ്, കാര്യസ്ഥൻ എന്നുള്ള ഈ പദത്തിൻ്റെ ട്രാൻസ്ലേഷൻ നമുക്ക് മനസ്സിലാക്കുന്നത്. സോ ഹോളി സ്പിരിറ്റ് ഈസ് എ കംഫർട്ടർ ആൻഡ് ഹോളി സ്പിരിറ്റ് ഈസ് എ കൗൺസിലർ ആൻഡ് ഹീ ഈസ് ആൻ അഡ്വക്കേറ്റ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹൂ ഈസ് ഓൺ അവർ ഓൺ സൈഡ് ടു ഹെൽപ്പ് അസ്, സ്ട്രെങ്തൻ അസ് ആൻഡ് എംപവർ ടു ലീവ് ഇൻ ഹോളിനെസ്. വിശുദ്ധിയോടെ ജീവിപ്പാൻ നമ്മളെ സഹായിക്കുന്ന, ശക്തീകരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ചില പ്രത്യേകതകൾ പെട്ടെന്ന് പറഞ്ഞ് എൻ്റെ ഈ ചെറിയ പ്രസംഗം അവസാനിപ്പിക്കാം. റിവീലർ ഓഫ് ട്രൂത്ത്, സത്യത്തെ വെളിവാക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. 2 തിമോത്തിയോസ് 3-ാം അധ്യായം 16 മുതൽ 17 വരെ, 2 Timothy chapter 3 verses commencing from 16 through 17 നമുക്ക് കാണാനായിട്ട് സാധിക്കും. All scripture is inspired by God and is useful for teaching, for reproof, for correction and for training in righteousness, so that the person of God may be proficient, equipped for every good work. എല്ലാ തിരുവെഴുത്തുകളും ദൈവശ്വാസീയമാകയാൽ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇൻസ്പയർഡ് ബൈ ഗോഡ്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് വിശുദ്ധ വേദപുസ്തകം എഴുതപ്പെട്ടത്? അനേക വർഷങ്ങളെടുത്ത് ദൈവത്താൽ അനുഗ്രഹീതരായവർ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ്, they were written but inspired by God, ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവശ്വാസീയമായി എഴുതപ്പെട്ടതാണ് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ ഹോളി സ്പിരിറ്റ് എപ്പോഴും ആ വചനങ്ങളുടെ മറ നീക്കി നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ശക്തീകരിക്കുന്നതാണ്. നമ്മുടെ വേദനപ്പെടുന്ന സാഹചര്യങ്ങളിൽ, നാം ദൈവവചനം വായിക്കുന്ന സാഹചര്യങ്ങളിൽ, ദൈവവചനം നമ്മൾ ധ്യാനിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ആ ദൈവവചനത്തിൻ്റെ മറ നീക്കി സത്യം വെളിപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവ്. റിവീലർ ഓഫ് ട്രൂത്ത്സ്, particularly in the word of God. From the word of God, he revealed a certain truth for the believers to do a meaningful Christian life on this earth എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ സത്യത്തെ വെളിവാക്കുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവ്. രണ്ടാമതായി, ഹോളി സ്പിരിറ്റ് ഈസ് ദ എനേബിളർ ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിൽ നമ്മളെ ശക്തീകരിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 3-ാം വാക്യം, 1 Corinthians chapter 12 verse 3. Therefore I want you to understand that no one speaking by the Spirit of God ever says, let Jesus be cursed, and no one can say Jesus is Lord except by the Holy Spirit. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാതെ ഒരു മനുഷ്യനും യേശുവിനെ കർത്താവെന്ന് വിളിപ്പാൻ സാധ്യമല്ല. അപ്പം യേശു കർത്താവിനെ കർത്താവെന്ന് അംഗീകരിക്കണമെങ്കിൽ, യേശു കർത്താവിനെ ദൈവമെന്ന് അംഗീകരിക്കണമെങ്കിൽ, യേശു കർത്താവിനെ ജീവിതത്തിൽ രക്ഷകനും വഴികാട്ടിയുമായി സ്വീകരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൂടാതെ, എക്സെപ്റ്റ് ബൈ ദ ഹോളി സ്പിരിറ്റ്, നോ വൺ ക്യാൻ സേ ജീസസ് ഈസ് ദ ലോർഡ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്താണ്? എനേബിൾ ഓഫ് ഫെയ്ത്ത്, എനേബിളർ
ഓഫ് ഫെയ്ത്ത് എന്നാണ് പറയുന്നത്. നമ്മൾ ഈ ദൈവത്തിലും ദൈവകൃപയിൽ നിന്നുമൊക്കെ അന്യപ്പെട്ട്, വിശ്വാസത്തിൽ നിന്ന് അന്യപ്പെട്ട്, ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും കുടുംബ പ്രാർത്ഥനയ്ക്കും സമർപ്പണത്തിനും ഒന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ ജീവിച്ചാൽ നാം നിസ്സംശയം പറയാനായിട്ട് സാധിക്കും, നമ്മൾ ആത്മാവിൻ്റെ പരിധിയിലല്ല. വി ആർ ഔട്ട് ഓഫ് കവറേജ് ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് ഇടയാകും. അപ്പോൾ വിശ്വാസത്തിൽ ശക്തിപ്പെടുന്നത്, വിശ്വാസത്തിൽ യേശു കർത്താവാണ് എൻ്റെ രക്ഷകനെന്ന് പറയുന്നത്, അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇടയാകും. 3, ഹോളി സ്പിരിറ്റ് ഈസ് ദ ഗിവർ ഓഫ് സ്പിരിച്വൽ പവർ. ആത്മീയമായ ശക്തി നമുക്ക് തരുന്നതാണ് പരിശുദ്ധാത്മാവ്. ശാരീരികമായ ശക്തിക്ക് വേണ്ടി നമ്മളെന്തെല്ലാം കഴിക്കുന്നു? ബിരിയാണി കഴിക്കുന്നു, മുട്ട കഴിക്കുന്നു, പാല് കുടിക്കുന്നു. നമ്മുടെ ശരീരത്തെക്കുറിച്ച് വലിയ ചെക്കപ്പാണ്. എപ്പോഴും നമ്മൾ മെഡിക്കൽ ചെക്കപ്പുണ്ട്, ഫോളോ അപ്പ് ചെയ്യുന്നു. എന്തൊരു കുഴപ്പമുണ്ട്, ഹൗ ആർ ഓൾ മൈ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ആർ ഗോയിങ് ഓൺ, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് മൈ ബോഡി ഓർ ഔട്ട്സൈഡ് മൈ ബോഡി, വി ആർ ബോദറിങ് അബൌട്ട് അവർ ഹെൽത്ത്. വാട്ട് അബൌട്ട് അവർ സ്പിരിച്വൽ ഹെൽത്ത്? ഹോളി സ്പിരിറ്റാണ് നമ്മുടെ ആത്മീയമായിട്ടുള്ള ശക്തിയും ബലവും നമുക്ക് തരുന്നത് എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യം, ആക്ട് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 1 വേഴ്സ് 8 നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ബട്ട് യു വിൽ റിസീവ് ദ പവർ വെൻ ദ ഹോളി സ്പിരിറ്റ് ഹാസ് കം അപ്പോൺ യു ആൻഡ് യു വിൽ ബി വിറ്റ്നസസ് ഇൻ ജെറുസലേം, ഇൻ ഓൾ ജൂഡിയ ആൻഡ് സമരിയ ആൻഡ് ടു ദി എൻഡ്സ് ഓഫ് ദി എർത്ത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ആദ്യം ജെറുസലേമിലും പിന്നെ ശമരിയയിലും പിന്നെ ഭൂമിയുടെ അറ്റത്തോളം എല്ലാവരും ഒന്ന് പറയാൻ അങ്ങോട്ട് മടി. സാക്ഷികളാകാൻ പലപ്പോഴും നമുക്ക് വലിയ മടിയാണ് അല്ലേ? വിറ്റ്നസസ്, സാക്ഷികളാവും. എങ്ങനെ? പരിശുദ്ധാത്മാവ് വരുമ്പോൾ. അപ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മളെ ആത്മീയപരമായിട്ട് ശക്തീകരിക്കുന്നതെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഗിവർ ആ സ്പിരിച്വൽ പവർ. പേടിച്ചരണ്ട് മുറിയിൽ കയറി വാതിലടച്ചിരുന്നവർ, മറ്റുള്ളവർ കൊല്ലുമെന്ന് പറഞ്ഞ് വെളിയിലെങ്ങും പോകാതെ പേടിച്ചിരുന്നവർ, അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ദൈവം കൊടുത്തു കഴിയുമ്പോൾ അവരിതാ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ശക്തിയുള്ളവരായിട്ട് തീരുകയാണ്. ചെല്ലാൻ പാടില്ലാത്തടത്ത് ചെല്ലുകയാണ്. തലകീഴായി ക്രൂശിക്കപ്പെട്ടാലും ക്രിസ്തുവിന് വേണ്ടി ക്രൂശിക്കപ്പെടുന്നു എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ തീക്കനല് പോലെയുള്ള വിശ്വാസം പേറുന്നവരാണ്. അവർക്ക് എവിടുന്ന് കിട്ടി ശക്തി? അതുവരെ പേടിച്ചരണ്ടവർക്ക് എവിടുന്ന് കിട്ടി ശക്തി? ഹോളി സ്പിരിറ്റ്, ഗിവർ ഓഫ് സ്പിരിച്വൽ പവർ. ഇന്നും ആത്മീയമായിട്ടൊരു ഒരു 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 പിന്നോക്കാവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓർത്തോണം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോകുന്നു. അതുകൊണ്ട് നമുക്ക് ശക്തി തരുന്നത്, ആത്മീയമായിട്ടുള്ള ബലം തരുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. മറ്റൊന്ന്, ഹോളി സ്പിരിറ്റ് ഈസ് ആൻ അൾട്ടിമേറ്റ് ഗൈഡ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ പറയുന്നു, ഹോളി സ്പിരിറ്റ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് പാപത്തെക്കുറിച്ച് ബോധം വരും. അല്ലെങ്കിൽ പാപം ഏതാ, നല്ലതേതാ, തീച്ച ഏതാണെന്നൊന്നും അറിയത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട്. ഇറ്റ് കൺവിക്സ് അബൌട്ട് സിൻ ആൻഡ് അബൌട്ട് റൈച്ചസ്നെസ്. അന്യായമായിട്ട് യേശു കർത്താവിനെ ക്രൂശിച്ചു. ലോകത്തിന് അറിയത്തില്ല നീതി ഏതാണ്, ന്യായം ഏതാണെന്ന്. പക്ഷേ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകക്കണ്ണുകളെ തുറക്കും. It will open your inner eye and convicts about righteousness and also convicts about judgment. ഒരു ന്യായവിധി ഉണ്ടെന്ന് ബോധം വരുത്തും. ഇന്നും നമുക്ക് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് നാളെയുള്ള പ്രതീക്ഷകളാണല്ലോ. പ്രതീക്ഷകളും ആശകളും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ജീവിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ്. നാളുകളിൽ നമ്മൾ കാത്തുവച്ചിരിക്കുന്ന ചില പ്രതീക്ഷകളാണ് നമ്മുടെ ജീവിതത്തെ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടെന്നും അന്ന് ഞങ്ങളെ ന്യായം വിധിക്കുന്ന കർത്താവ് ആഗതനാകുമെന്നും ഞങ്ങൾക്ക് ഒരു നല്ല അനുഭവം ലഭിക്കുമെന്നുമുള്ളതാണ് നമ്മുടെ വലിയൊരു വിശ്വാസം. ജഡ്ജ്മെൻറ്റ്, ഇതിനെക്കുറിച്ച് ബോധം വരുത്തുകയും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവ്. ഇറ്റ് കൺവിക്സ് അബൌട്ട് സിൻ ആൻഡ് ഇറ്റ് കൺവിക്സ് അബൌട്ട് റൈച്ചസ്നെസ് ആൻഡ് ഇറ്റ് കൺവിക്സ് അബൌട്ട് ജഡ്ജ്മെൻറ്റ് വിച്ച് ഈസ് ഗോയിങ് ടു ബി ഹാപ്പൻ. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് ഈസ് ദ റിവീലർ of truth, and Holy Spirit is the enabler of faith, and Holy Spirit he is a giver and a giver of spiritual power, and he is an ultimate guide. നമ്മൾ പാട്ടൊക്കെ പാടുമ്പം പാടുമല്ലോ, ആത്മാവാം വഴികാട്ടി എന്നെ സദാ നടത്തി. എൻ്റെ ദൈവമേ, വനാന്തരമാകുന്ന ലോകത്തിൽ ഞാൻ നടക്കുമ്പോൾ
പോകേണ്ടുന്ന വഴി എന്നെ കാണിച്ചു തരുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവ്. ഹീസ് ആൻ അൾട്ടിമേറ്റ് ഗൈഡ്. ആത്മാവ് നിരന്തരം നമ്മളോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മളെ വഴി നടത്തുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ആത്മാവിന് കീഴ്പ്പെട്ട് സാക്ഷ്യത്തോടെ ജീവിപ്പാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്നാഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാം. ദൈവം മുൻപാകെ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. നമുക്കൊരു പാട്ടിൻ്റെ ഒരു സ്റ്റാൻസ ചേർന്ന് പാടി നമ്മുടെ സമർപ്പണത്തിൻ്റെ സൂചകമായിട്ട് പാടി നമ്മളെ തന്നെ ദൈവത്തിന് മുൻപാകെ സമർപ്പിക്കാം. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും നിൻ മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ മുൻപിലണച്ചു കുമ്പിടും. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ സർവസ്വവും നിൻ മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും നിൻ മുൻപിലണച്ചു. പാവനാത്മാവേ, പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ സർവസ്വവും നിൻ മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനും പ്രൈസ് ദി ലോർഡ്. സർവസ്വവും നിൻ മുൻപിലണച്ചു. ഇപ്പോൾ മിസ്റ്റർ തോമസ് വർഗീസ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതാണ്.